ഹലോ ഗായ്സ്, നമ്മൾ അടിപൊളി വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്യാസിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി വെക്കാൻ കാരണം ഇന്ന് കുറച്ച് അച്ചാറേ ഉണ്ടാക്കാനുള്ളൂ, അതുകൊണ്ട് ചെറിയൊരു പാത്രം മതി. അതുകൊണ്ട് ഞങ്ങൾ ചെറിയത് വെച്ച് പിന്നെ അതിലോട്ട് നമ്മൾ ചട്ടി ചൂടായി വന്നാൽ നമ്മൾ അതിലോട്ട് കുറച്ച് എണ്ണ പാർന്ന് എണ്ണ ചൂടായ കടുക് ഇട്ട് കൊടുക്കുക. ആ കടുക് പൊട്ടി വന്നതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം അതിലോട്ട് കുറച്ച് പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ നാലെണ്ണം നമ്മൾ ആ എണ്ണയിൽ നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇടണമെങ്കിൽ ഇഞ്ചി ഇടാം, ഞങ്ങളിവിടെ ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കൽ. ഇഞ്ചി പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായി ഇതിലോട്ട് ആ ഇഞ്ചി പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പിന്നെ നമ്മൾ പൊടികൾ ഇടാൻ വേണ്ടി ഫ്ലെയിമിൽ നിന്ന് ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട്, കാരണം അച്ചാറിനൊരു കരിഞ്ഞ ചുവ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായി ആ മഞ്ഞൾപ്പൊടി ആ ഒരു കരിവേപ്പിൻ്റെ ഇലയുടെ അതിലൊന്ന് പിടിച്ചെടുക്കണം. നമ്മൾ പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളതൊന്ന് പൊടികളൊക്കെ ഇട്ട് വരുമ്പോൾ അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് വറ്റണം. പിന്നെ നമ്മൾ അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മുളക് പൊടി ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് പിന്നെ ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറയാണ്, ഒരിക്കലും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയാണ്ട് അച്ചാറിലേക്കുള്ള പൊടികൾ ഇടരുത്. പിന്നെ നമ്മൾ അത് എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അടുത്തതായി നമ്മളിതിലോട്ട് നമ്മുടെ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക. അച്ചാറിലോട്ടൊക്കെ വേണ്ട സാധനം അച്ചാർ പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്നാൽ കാശ്മീരി ഇട്ട് കൊടുക്കുക. ഞങ്ങൾ കാശ്മീരി യൂസ് ചെയ്യുന്നത് അച്ചാറിന് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടി മാത്രമാണ്. കാശ്മീരി യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും അച്ചാറിന് നല്ല നിറം വേണമെങ്കിൽ നമ്മൾ കാശ്മീരി തന്നെ യൂസ് ചെയ്യണം. എന്നിട്ട് ഈ കാശ്മീരിയും കൂടി ഇട്ട് കൊടുത്താണ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു എണ്ണ എല്ലാം വറ്റി. ഇപ്പോൾ ആ പൊടി ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു പരുവത്തിൽ വേണം. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിമിലോട്ട് തന്നെ എടുത്ത് വെക്കാം. ഒരു പൊടികൾ ഇടുന്ന നേരം മാത്രം ഇത് ഫ്ലെയിമിൽ വെക്കാൻ തന്നാൽ മതി. പിന്നെ നമ്മൾ അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഏതച്ചാറാണോ ഈ ടൈമിൽ വേണം നമ്മൾ ഏതച്ചാറിനോട്ടുള്ള സാധനങ്ങളും ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ പിന്നെയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല എല്ലാം ഈ ഒരു വെളുത്തുള്ളിയിൽ നന്നായി ഒന്ന് പിടിപ്പിച്ചെടുക്കും വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നന്നായി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളിയാക്കി കണ്ടോ. നമ്മൾ പിന്നെ ഞങ്ങൾക്ക് എണ്ണ പോരാന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി എണ്ണ പാർന്നു കൊടുത്തു. ഇപ്പോൾ കണ്ടില്ല, ആ മസാലയൊക്കെ ആ വെളുത്തുള്ളിയിൽ പിടിച്ച്. വെളുത്തുള്ളി കാണാൻ എന്താ ഭംഗി. പിന്നെ നമ്മൾ അതിലോട്ട് കാശ്മീരി ഇട്ട് കൊടുത്തോണ്ട് കാശ്മീരിൻ്റെ ഒരു നിറം അതിൽ കാണുന്നില്ലേ, ഇതിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ ഒരു ഇതുമില്ല നമുക്ക് കാശ്മീരിയിൽ. കുറച്ച് അച്ചാറിൻ്റെ നിറം കിട്ടുന്നല്ലാതെ വേറെ ഒരു ഉപകാരവും കാശ്മീരി കൊണ്ടില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ അച്ചാർ സുർക്ക വിനാഗിരി ആഡ് ചെയ്തിടണം. വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അച്ചാറിലോട്ട് നമ്മൾ എണ്ണ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ അച്ചാർ കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ സുർക്കയും കൂടിയും പാർന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ആ സുർക്കി എണ്ണ ഇതൊക്കെ ഒന്ന് ഇതിൽ പിടിക്കുക. പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം പാർന്ന് കൊടുക്കേണ്ടത്. ഈ ചൂടുവെള്ളം നമ്മൾ തണുത്ത വെള്ളവും പാരാൻ പാടില്ല, നല്ല ചൂടുള്ള വെള്ളവും പാരാം. മീഡിയം ചൂടാറിയ വെള്ളം വേണം നമ്മൾ ഇതിലോട്ട് പാരാൻ. പിന്നെ നമ്മുടെ അച്ചാർ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കണേ. കായപ്പൊടി നമ്മൾ അച്ചാറിലോട്ട് കുറച്ച് വേണം, എന്നാലേ കായപ്പൊടിൻ്റെ അച്ചാർ പൊടിൻ്റെ ഒക്കെ ടേസ്റ്റ് നമ്മൾ അച്ചാറിന് ഉണ്ടാവുള്ളൂ. അച്ചാറാണ് എന്ന് പറയാൻ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ട 2 സാധനങ്ങളാണ് അച്ചാർ പൊടിയും കായപ്പൊടിയും. കായപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറിനൊരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ. ആ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ അതിലോട്ട് എരിവും മധുരവും ഒക്കെ ഒന്ന് സെയിമായി നിൽക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ മിക്സ് ചെയ്ത് ഇപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ അച്ചാറിന് ഇങ്ങനെ കണ്ടിന്യൂസ്ഡ് മിക്സ് ചെയ്യണമെന്നില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡിയാണ്. ടേസ്റ്റ് നോക്കാതെ എൻ്റെ അനിയൻ വന്നിട്ട് വലിയമ്മച്ചി അവനക്ക് കയ്യിൽ കൊടുത്തും ചെയ്തിട്ട്, വലിയമ്മച്ചിയല്ല മറ്റുമ്മച്ചി. അപ്പോൾ അതാവും ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.